മുട്ടിൽ മരംമുറിക്കൊള്ളയിൽ വനവാസികളോട് അഗസ്റ്റിൻ സഹോദരന്മാർ കാണിച്ചത് കൊടും വഞ്ചന. തട്ടിപ്പിലൂടെ അഗസ്റ്റിൻ സഹോദരന്മാർ വാങ്ങിയ മരങ്ങളുടെ പണം തിരിച്ചടയ്ക്കാൻ റവന്യൂ വകുപ്പ് വനവാസികൾക്ക് വീണ്ടും നോട്ടീസ് നൽകി. 7,000 രൂപ വരെ ലഭിച്ച മരങ്ങൾക്ക് 1.5 കോടിയോളം രൂപ തിരിച്ചടയ്ക്കാനാണ് നിർദ്ദേശം. മാത്രമല്ല, ഭൂമിയുടെ കരമടച്ച രേഖകളും അഗസ്റ്റിൻ സഹോദരന്മാർ കൊണ്ടുപോയെന്ന് വനവാസികൾ പറയുന്നു. വയനാട്ടിലെ മുട്ടിൽ നിന്ന് രാജീവിന്റെ റിപ്പോർട്ടിലേക്ക്. കരികണ്ണിക്കുന്ന് ആവിലാട്ട് കോളനിയിലെ വനവാസികളെ വഞ്ചിച്ചുകൊണ്ടാണ് അഗസ്റ്റിൻ സഹോദരന്മാർ ഇവിടെ നിന്ന് വർഷങ്ങൾ പഴക്കമുള്ള ഈട്ടിമരം മുറിച്ചു കടത്തിയത്. ഇപ്പോൾ ഈ വനവാസി കുടുംബങ്ങൾക്ക് റവന്യൂ വകുപ്പ് പണം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. 70-80 ലക്ഷം രൂപ വരെ ഒരു മരത്തിന് അടയ്ക്കണമെന്നാണ് റവന്യൂ വകുപ്പ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇവർക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ലഭിച്ചിട്ടില്ല. ഈ വനവാസികളെ പൂർണ്ണമായും അഗസ്റ്റിൻ സഹോദരന്മാർ വഞ്ചിക്കുകയായിരുന്നു. അവരുടെ തന്നെ പ്രതികരണം നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ അന്ന് എന്താ സംഭവിച്ചത്? പിന്നെ അതന്നെ ഞാൻ പറഞ്ഞേ. പിന്നെ ആ ചേട്ടൻ വന്നിട്ട് ഞങ്ങളെ പിന്നെ കുഴപ്പമൊന്നുമില്ല, പിന്നെ നീതിയൊക്കെ കൊണ്ട് പഞ്ചായത്തിൽ കാണിച്ചാൽ പിന്നെ മരമൊക്കെ മുറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മരം മുറിച്ചുകൊണ്ട് പോയത്. വേറെ പിന്നെ ഒന്നും അറിയില്ല. എല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ഓർഡറും ഉണ്ട്. അങ്ങനെ ഒരു ഓർഡർ കിട്ടിയെന്നാണ് ഈ മുറിച്ചുകൊണ്ട് പോയ ചേട്ടൻ പറഞ്ഞത്. ഞങ്ങൾക്കൊന്നും പിന്നെ പഞ്ചായത്തിന്റെ ഓർഡറൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ആ ചേട്ടൻ പറഞ്ഞത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് പൈസ തന്നിരുന്നോ അവര്? പൈസ ഞങ്ങൾക്ക് 3 വീട്ടിക്ക് 5,000 കിട്ടി. പിന്നെ ചേച്ചിക്ക് ഈ ഒരു വീട്ടിക്ക് 7,000 കൊടുത്തു. അത്രേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അടുമറ്റായിട്ട് പിന്നെ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ? നിങ്ങളുടെ അവസ്ഥ എന്താ? ഞങ്ങളെ അവസ്ഥ എന്താ? കേസ് വേണ്ടെന്നാണ് ഞങ്ങൾ പറയണത്. ഞങ്ങൾക്ക് കേസ് ആയാലും പൈസ തിരിച്ചടക്കായാലും ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടാം? ഞങ്ങൾ തൊഴിലുറപ്പ് പണിക്കാരാണ്. അതാ പറഞ്ഞു. അല്ല, എത്ര രൂപ വീതം തിരിച്ചടക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ഒരു മരത്തിൽ 80. ആ 3 മരത്തിൽ എത്ര അടച്ചെന്നും എനിക്ക് അറിയില്ല. അതാണ് ഞാനും പറയുന്നത്. 80 ലക്ഷം ഒരു മരത്തിൽ 80 ലക്ഷം. ഈ ഒരു മരം മാത്രം 80 ലക്ഷം. മരത്തിന് 80 ലക്ഷം അടയ്ക്കാൻ പറഞ്ഞു കോടതിയിൽ ഞങ്ങൾ അന്ന് പോയപ്പോൾ. പിന്നെ ആ 3 മരത്തിൻ്റെ കണക്ക് എനിക്കറിയില്ല. അത് കെട്ടിയനോട് ചോദിക്കണം, എന്നല്ലേ അറിയുള്ളൂ. കെട്ടിയപ്പോൾ പിന്നെ ജോലിക്ക് പോയിരിക്കുക, പണിക്ക്. ഈ നിങ്ങൾ പിന്നെ അവരെ സമീപിക്കുക വല്ലതും ചെയ്തിരുന്നോ ഈ പൈസ ഇങ്ങനെ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട്? ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങൾക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും പറഞ്ഞു. ചേച്ചിമാരും പിന്നെ കെട്ടിയമാരും ആങ്ങളമാരും ഒക്കെ ഞങ്ങൾ പറഞ്ഞു തിരിച്ചടയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഇതിന് മാത്രം ഞങ്ങൾ പണിയെടുക്കുന്നില്ലാന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ അവർ ചതിക്കുകയായിരുന്നു അല്ലേ? ചതിക്കുക തന്നെ. പിന്നെ ചേട്ടൻ ഞങ്ങൾ ചതിക്കുകയായിരുന്നു. അതാണ് ഞാൻ പറയണത്. ഞങ്ങൾ നീതി ചേട്ടൻ്റെ ഫോട്ടോ കോപ്പി വാങ്ങിച്ചിട്ട് പോലും തിരിച്ചു പോലും തന്നിട്ടില്ല. അതും എടുത്തുകൊണ്ട് പോയതാ ചേട്ടൻ. അത് എന്തോ കാരപ്പുഴ എവിടെയാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു ആ ചേട്ടന്. എനിക്ക് അറിയില്ല. എനിക്കൊക്കെ അറിയും. തീർച്ചയായും ഈ രീതിയിലുള്ളൊരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതേ രീതിയിൽ നിരവധി ആളുകൾ, ഏകദേശം 26ഓളം പേരെയാണ് അഗസ്റ്റിൻ സഹോദരന്മാർ വഞ്ചിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഈ വനവാസികൾ, ഇവർക്ക് എഴുത്തും വായനയും ഒന്നും അറിയാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇടയിലേക്ക് എത്തി അവരെ പൂർണ്ണമായും വഞ്ചിക്കുന്നൊരു സമീപനം അഗസ്റ്റിൻ സഹോദരന്മാർ കാണിക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ നമുക്കറിയാം എത്രത്തോളം വലിയ ഒരു ഈട്ടിമരമാണ് ഇവിടെ നിന്ന് പോയതെന്ന്. ഇതിനാണ് 80 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് റവന്യൂ വകുപ്പ് ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പണം കെട്ടിവെക്കണം, ഇല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നാണ് നിലവിൽ റവന്യൂ വകുപ്പും അതുപോലെ തന്നെ വനം വകുപ്പും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങളുണ്ട്, അതിലേക്ക് കൂടി പോകാം. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? മണ്ണെന്തെങ്കിലും മാറ്റണോ? മണ്ണ് വേണമെങ്കിൽ മാറ്റി തരാം. കുഴപ്പമില്ല. എന്തായിരുന്നു സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ റോജി അഗസ്റ്റിനാണ് മൂപ്പര് പേര്. റോജി അഗസ്റ്റിനെ പിന്നെ കൊണ്ടുപോയി പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ നീസീട്ടും പിന്നെ പട്ടയം നീസീട്ട് മാത്രമേ കൊണ്ടുപോയുള്ളൂ. നീസീട്ട് കൊണ്ടുപോയി വില്ലേജിൽ കൊണ്ടുപോയി കാണിച്ച് അവർ പിന്നെ വന്ന് നോക്കി. വില്ലേജുകാർ വന്നില്ല. മൂപ്പര് പറഞ്ഞ് പിന്നെ നീസീട്ട് ഞാൻ അടച്ചിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, പിന്നെ മുറിച്ചുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു നമ്മളോട് പിന്നെ അവരോട് മുറിച്ചുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അവരും വന്ന് പിന്നെ മരം മുറിച്ച് ഇവർക്ക് പിന്നെ ഒരു 7,000 റുപ്യ മറ്റേ അഡ്വാൻസ് കൊടുത്തു. അവർക്കൊരു 4,000 റുപ്യ അഡ്വാൻസ് കൊടുത്തു. 3 വീട്ടിക്ക് 4,000 റുപ്യ അഡ്വാൻസ് കൊടുത്തുള്ളൂ. ആ അഡ്വാൻസ് പിന്നെ അവർ വാങ്ങി ബാക്കി മരം കയറ്റുമ്പോഴേ തരുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. നമ്മളെ വഞ്ചിക്കാന്ന് നമുക്കറിയില്ലല്ലോ, നമുക്കൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഇവർ പിന്നെ 7,000 റുപ്യ വാങ്ങി, ഇവർ 4,000 റുപ്യ വാങ്ങി. എന്നുവെച്ചാൽ എൻ്റെ പെങ്ങൾ തന്നെയാണ്. നമുക്കിതിൽ പിന്നെ ബന്ധമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. എന്നാലും ഇങ്ങനെ വഞ്ചിക്കാൻ പാടില്ലല്ലോ.
ആരെയും വഞ്ചിക്കാൻ പാടില്ല. ഇല്ലേ, സർക്കാരിന്റെ ഉത്തരവുണ്ടെന്ന് പറഞ്ഞിട്ടാണോ കൊണ്ടുപോയത്? കൊണ്ടുപോയത് സർക്കാർ ഉത്തരവാദിത്തോടെയാണ് അവർ മരം മുറിച്ചത് ഇവിടുന്ന്. പക്ഷെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. റോജി മോന് പിന്നെ കുറേ കാലം ജയിലിൽ കിടന്നു. അല്ല, ഇത് വന്നപ്പം അതിനുശേഷം നിങ്ങൾക്ക് ചതിവാന്ന് മനസ്സിലായല്ലോ, ഈ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായല്ലോ. അതിനുശേഷം ഈ രീതിയിൽ ഈ പൈസ, അതായത് റവന്യൂ വകുപ്പ് നിങ്ങളോട് പൈസ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയല്ലേ? ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് 80 ലക്ഷം റുപ്യ, ഈ ഒരു മരത്തിന് വേണ്ടി 50 ലക്ഷം റുപ്യ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെത്രയെന്ന് എനിക്കറിയില്ല. ഈ മരത്തിൻ്റെ കാര്യം എനിക്കറിയാം. എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ പെങ്ങളെ കിട്ടിയല്ലേ, മൂപ്പര് പറഞ്ഞ് 80 ലക്ഷം റുപ്യ എനിക്ക് പിന്നെ കോടതിയിൽ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പിന്നെ മരം കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു. ഈ നിങ്ങളെ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്തു തരാമെന്ന് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ പറഞ്ഞിരുന്നല്ലോ, അവരാണല്ലോ നിങ്ങൾ? ഒന്നും പറഞ്ഞില്ല. ഞാൻ പിന്നെ ഈ മരം മാത്രം മുറിച്ചുള്ളൂ. ഇവിടുന്ന് മരം മുറിച്ച് കൊണ്ടുപോയി ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഒരു ആനുകൂല്യം പിന്നെ കിട്ടണം. നമുക്ക് ഒന്നും കിട്ടിയില്ല. അവരൊന്നും പറഞ്ഞുമില്ല. മരം ഞങ്ങൾ മുറിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവരെ കയ്യിലുള്ള അഡ്വാൻസ് അവർ കൊടുക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. ഏതായാലും വളരെ വലിയൊരു വഞ്ചന തന്നെയാണ് അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ലക്ഷങ്ങൾ വില വരുന്ന ഈട്ടിമരമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. ആ വീട്ടുമരം കൊണ്ടുപോയതിനു ശേഷം പോലും അവർക്ക് അർഹമായ സഹായങ്ങൾ നൽകിയില്ല എന്നത് ഒരു വസ്തുതയായി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇവരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മരം ഇവിടെ നിന്ന് മുറിച്ചു കടത്തിയിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. വലിയൊരു ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുട്ടൽ മരമുറിക്കൊള്ളയിൽ വനവാസികളോട് അഗസ്റ്റിൻ സഹോദരന്മാർ കാണിച്ചത് കൊടും വഞ്ചന. വിവരങ്ങളുമായി ആർ രാജീവ് ഒപ്പം ചേരുന്നു. രാജീവ്, ആ പാവങ്ങളെ വല്ലാതെ പറ്റിച്ചു അല്ലേ? എന്താണ് മുട്ടിലിൽ എത്തിയപ്പോൾ കാണാനായത്? കൃഷ്ണജി, കഴിഞ്ഞ ദിവസമാണ് ഈ കോളനിയിലേക്ക് നമ്മൾ എത്തുന്നത്. എത്രത്തോളം വലിയ വഞ്ചനയാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ഇവരോട് കാണിച്ചതെന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതായത് അവരെ പറ്റിക്കുന്ന രീതിയിലുള്ള സമീപനമായിരുന്നു അഗസ്റ്റിൻ സഹോദരന്മാർ കാണിച്ചത്. ലക്ഷങ്ങൾ വിലയുള്ള വീട്ടിമരം അവരുടെ പറമ്പിലുണ്ടായിരുന്നത് മുറിച്ച് വിൽക്കുകയായിരുന്നു, മുറിച്ച് മാറ്റുകയായിരുന്നു ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ചെയ്തത്. ഇവർക്ക് നൽകിയത് 4000-ഉം 7000 രൂപ വരെയാണ് നൽകിയത്. അത്രയൊക്കെ ഇതിന് വിലയുള്ളൂ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ മരം മുറിച്ച് മാറ്റി. മാത്രമല്ല, ഈ മരം മുറിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ മരം മുറിക്കുന്നത് നിയമപരമായി ശരിയല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്തു. കാരണം അവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. എഴുത്തും വായനയും ഒന്നും അറിയാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ചോ മറ്റ് സാങ്കേതിക വശങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല. ഈ റവന്യൂ വകുപ്പിന്റെ ഉത്തരവുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അഗസ്റ്റിൻ സഹോദരന്മാരിൽ റോജി അഗസ്റ്റിൻ ഈ കുടുംബങ്ങളെ സമീപിക്കുന്നത്. ഈ കുടുംബങ്ങളെ സമീപിച്ചതിന് ശേഷം ഈ മരം മുറിച്ചു മാറ്റാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്, അനുമതി ലഭിച്ചിട്ടുണ്ട്. അത് എല്ലാ ഉത്തരവുകളും തങ്ങളുടെ കൈവശമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്നു. ഇതിനുശേഷം ഈ മരം മുറിച്ചു മാറ്റുന്നു. ഈ മരം മുറിച്ച് കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് വനം വകുപ്പ് ഈ മരം പിടിച്ചെടുക്കുന്നത്. ഏകദേശം പൊതുവിപണിയിൽ വില പരിശോധിക്കുകയാണെങ്കിൽ 1 കോടി രൂപയ്ക്കടുത്ത് ഒരു വീട്ടുമരത്തിന് വില നിലനിൽക്കുകയാണ്. ഇവർക്ക് 4000-ഉം 7000 രൂപ വരെ നൽകിക്കൊണ്ട് ഈ മരം മുറിച്ച് കടത്താനുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിനുശേഷം സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും ക്രൂരത എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. കാരണം ഈ കുടുംബങ്ങൾക്ക് ഇപ്പോൾ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. റവന്യൂ വകുപ്പ് നേരത്തെ തന്നെ നോട്ടീസ് നൽകി ഈ പണം അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് 70 ലക്ഷം മുതൽ 80 ലക്ഷം വരെയൊക്കെ അടയ്ക്കണമെന്നാണ്. നമ്മൾ അവിടെ ഒരു കുടുംബത്തെ കണ്ടപ്പോൾ അവരുടെ പറമ്പിൽ നിന്ന് 3 വീട്ടുമരമാണ് അഗസ്റ്റിൻ സഹോദരന്മാർ കടത്തിക്കൊണ്ടുപോയത്. അതിനെല്ലാം കൂടി ചേർത്ത് 1.5 കോടി രൂപ അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇവരുടെ കരമടച്ച രസീതൊക്കെ അന്ന് അഗസ്റ്റിൻ സഹോദരന്മാർ വാങ്ങിയിരുന്നു. ഈ രസീതൊന്നും ഇതുവരെ തിരിച്ചു പോലും നൽകിയിട്ടില്ല. ഇതിനെക്കുറിച്ചൊന്നും അവർക്കൊരു ധാരണയുമില്ല. ഇത് എങ്ങനെ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ഇനി എന്താണ് തങ്ങൾ ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു ധാരണയുമില്ലാത്ത അവസ്ഥയാണ്. 26ഓളം കുടുംബങ്ങളുടെ വീട്ടുമരങ്ങളാണ് അഗസ്റ്റിൻ സഹോദരന്മാർ മുറിച്ചു മാറ്റിയത്. അവർക്കെല്ലാം ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നു. അങ്ങനെ കോടികളാണ് ഈ കുടുംബങ്ങളെല്ലാം ചേർത്ത് അടയ്ക്കേണ്ടത്. അതിൽ തന്നെയാണ് ഈ വനവാസികളുടെ കാര്യമാണ് ഏറെ കഷ്ടം എന്ന് പറയുന്നത്. അന്നത്തെ അന്നം കണ്ടെത്താൻ പോലും ഏറെ കഷ്ടപ്പെടുന്നത്. നമ്മൾ അവരുടെ സാഹചര്യമൊക്കെ പോയി പരിശോധിച്ചപ്പോൾ അവരുടെ വീടുകളിലേക്കൊക്കെ എത്തിച്ചേരാൻ പോലും വലിയ പ്രയാസമാണ്. കുത്തനെയുള്ള കുന്നുകൾ കയറി മലകൾ കയറിയൊക്കെയാണ് ഈ ആദിവാസി മേഖലകളിലേക്ക്, വനവാസി മേഖലകളിലേക്ക് നമ്മൾ എത്തിയതും ഇവരെ കണ്ടെത്തിയതും. മാത്രമല്ല, ഇവർ ആദ്യഘട്ടത്തിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പേടിയോടുകൂടിയായിരുന്നു നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ അഗസ്റ്റിൻ സഹോദരന്മാർ തങ്ങളെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു. പലരും സംസാരിക്കാൻ പോലും തയ്യാറായില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം അവിടെ പല കുടുംബങ്ങളെയും നമ്മൾ ഈ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളാണ്.
അവരുടെ ഇടയിലേക്ക് എത്തി അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ക്യാമറയ്ക്ക് മുന്നിലൊന്നും പ്രതികരിക്കാൻ തയ്യാറല്ല. അവർക്ക് പേടിയാണ് ഈ അഗസ്റ്റിൻ സഹോദരങ്ങളെ. ഇനിയും തങ്ങളെ അപായപ്പെടുത്താനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന പേടി അവരിൽ പലരും രഹസ്യമായി നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറംലോകവുമായി അധികം ബന്ധമില്ലാത്തവരാണ്, എഴുത്തും വായനയും ഒന്നും അറിയാത്തവരാണ്. അവർ അതൊക്കെ നമ്മളോട് നിസ്സഹായരായി പറയുന്നുണ്ട്. എന്ത് ചെയ്യാൻ കഴിയും? ഈ റോജി മോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അവരെ ആ രീതിയിൽ കണ്ട ആളുകൾ അവിടേക്ക് എത്തി അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവിടെ നിന്ന് വീട്ടിമരം കടത്തിക്കൊണ്ടുപോകുന്നു. ആ സമയത്ത് വനം വകുപ്പ് ആ മരം പിടിച്ചെടുക്കുന്നു. അതിനുശേഷം റവന്യൂ വകുപ്പ് ഇവർക്ക് നോട്ടീസ് നൽകുകയാണ്. മാത്രമല്ല ഇനി ജപ്തി നടപടി ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരോട് പറയുമ്പോൾ തങ്ങൾ അങ്ങനെ വന്നാൽ എങ്ങോട്ട് പോകും എന്നാണ് ഇവർ ചോദിക്കുന്നത്. കാരണം തങ്ങൾക്കൊന്നും അറിയില്ല. എവിടേക്ക് വരുന്നു, ഉത്തരവുണ്ടെന്ന് പറയുന്നു, 4000-7000 രൂപയൊക്കെ നൽകുകയാണ്. അത് അവരെ സംബന്ധിച്ച് വലിയ വില തന്നെയാണ്. കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിയും അവിടുത്തെ സാഹചര്യങ്ങൾ. 4000 രൂപ നൽകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് ആ ഈട്ടിമരത്തിൻ്റെ വലിപ്പമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ചുവടിപ്പോഴും അവിടെയുണ്ട്. അത് നമ്മുടെ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണിക്കുന്നുണ്ടാകാം. ആ ചുവട് അവിടെയുണ്ട്. ആ മരത്തിൻ്റെ ചുവട് തന്നെ കണ്ടാൽ മനസ്സിലാകുക 500-600 വർഷം പഴക്കമുള്ള വീട്ടിമരങ്ങൾ, അതും 1 കോടി രൂപയ്ക്കടുത്ത് വരുന്ന വീട്ടിമരങ്ങളൊക്കെയാണ് മുറിച്ച് കടത്താനുള്ള ശ്രമം നടന്നിരിക്കുന്നത്. അത് അവരെ പൂർണ്ണമായും പറ്റിച്ചുകൊണ്ടാണ്. പക്ഷേ ഈ കാര്യത്തിൽ റവന്യൂ വകുപ്പോ മറ്റ് വനം വകുപ്പിൻ്റെ അധികൃതരോ ഒന്നും മറ്റ് നടപടികളിലേക്ക് കടക്കുന്നില്ല. അതേസമയം ഇവരെ സംരക്ഷിക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ജപ്തി നടപടി ഉൾപ്പെടെ ഉണ്ടാകുമെന്ന ഉദ്യോഗസ്ഥർ പറയുമ്പോൾ ഇനി പിറന്ന മണ്ണുകൂടെ ഉപേക്ഷിച്ച് എവിടേക്ക് പോകുമെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. തൊഴിലുറപ്പിനും മറ്റും പോയാണ് അവർ അന്നത്തെ അന്നത്തിന് പണം കണ്ടെത്തുന്നത്. അവരെയാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ക്രൂരമായി വഞ്ചിച്ചിരിക്കുന്നത്. ഇപ്പോൾ പൊതുസമൂഹത്തിൽ വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആളുകളാണ് ഈ രീതിയിൽ വനവാസികളെ ക്രൂരമായി പറ്റിച്ചിരിക്കുന്നത് എന്നത് നമുക്ക് അവിടെ ചെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1-2 പേരുടെ അവസ്ഥയല്ല ഇത്. പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവർ പേടിയോടെ നമ്മളോട് പറയുകയാണ് ഇവർ നമ്മളെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇനി കൂടുതൽ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഉന്നത ബന്ധങ്ങൾ ഈ അഗസ്റ്റിൻ സഹോദരങ്ങൾക്കുണ്ട് എന്നാണ് പലരും പറയുന്നത്. ഇപ്പോഴും അവർ അങ്ങനെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ക്യാമറയ്ക്ക് മുന്നിലൊന്നും പറയാൻ ഇവർ തയ്യാറാകുന്നില്ല. നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ പോലും അവർക്ക് പേടിയാണ്. കാരണം ഈ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ ആളുകൾ അവിടേക്ക് ഉണ്ട് എന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഉന്നത ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അഗസ്റ്റിൻ സഹോദരങ്ങൾ ഈ വനവാസികളെ ക്രൂരമായി പറ്റിച്ചു, വഞ്ചിച്ചു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കൃഷ്ണരാജ്. ശരി, മുട്ടിൽ മരമുറി കൊള്ളയിൽ വനവാസികളോട് അഗസ്റ്റിൻ സഹോദരന്മാരുടെ കൊടും വഞ്ചന. തട്ടിപ്പിലൂടെ അഗസ്റ്റിൻ സഹോദരന്മാർ വാങ്ങിയ മരങ്ങളുടെ പണം തിരിച്ചടയ്ക്കാൻ റവന്യൂ വകുപ്പ് വനവാസികൾക്ക് വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് പുനഃപരിശോധിക്കാമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ പറഞ്ഞിരുന്നു. അതുണ്ടാകുമോ എന്നറിയില്ല. അത് വനവാസികൾ അത് വിശ്വസിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല. ഏതായാലും മുട്ടിൽ മരം മുറിയിൽ വളരെ നിരാശയാണ് വനവാസികളിൽ നിന്ന് പ്രകടമാകുന്നത്. ഭൂമിയുടെ കരമടിച്ച രേഖകളടക്കം അഗസ്റ്റിൻ സഹോദരന്മാർ കൊണ്ടുപോയി എന്നാണ് അവർ പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മുട്ടലിൽ നിന്ന് ആർ രാജീവ്.